നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. ഫ്ലോറിഡയിൽ നേഴ്സ് ലീലാമ്മ ആക്രമിക്കപ്പെട്ട സംഭവം നമ്മയൊക്കെ ഏറെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിക്രൂരമായ ആക്രമണത്തിൽ അവർക്ക് മുഖത്തിന് കടുത്ത പരിക്കുകളുണ്ടായി. ഒരു കണ്ണിൻ്റെ കാഴ്ച തന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള അവസ്ഥയുണ്ട്. എന്തായാലും അവർ ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് അവരുടെ പുത്രി ഡോക്ടർ സിൻഡി പറഞ്ഞത്. അത് സന്തോഷകരമായ ഒരു കാര്യം തന്നെ. അവർ മെച്ചപ്പെടട്ടെ, ഏറ്റവും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ, സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ. ഈ വേദന മുഴുവൻ അവർ സഹിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും ദുഃഖകരമായൊരു കാര്യമാണ്. അതും റിട്ടയർമെൻറ്റിന് തൊട്ടടുത്തിരിക്കെ. എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് നേഴ്സുമാർക്കും ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സുരക്ഷ വേണമെന്നാവശ്യപ്പെട്ട് change.org ഒരു പെറ്റീഷൻ ആരംഭിച്ചു. 2 ദിവസം കൊണ്ട് അതിന് 5100-ൽ പരം പേര് അതിൽ ഒപ്പിട്ടു. വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ എത്ര ഗൗരവപൂർവം ആണ് ഈ പ്രശ്നത്തെ പരിഗണിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയായി അത്. ആളുകൾ ഈ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എപ്പോഴാണ് ആക്രമണം വരിക എന്നറിഞ്ഞുകൂടാ. വേദനയോ അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടോ രോഗി സ്വന്തം നില പോയെന്നിരിക്കും. അപ്പോൾ അവർ ആദ്യം കാണുന്ന ആൾക്കിട്ടാണ് ആക്രമിക്കുക. നമുക്കറിയാം, ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പോലും വേദന ഇഞ്ചക്ഷൻ എടുക്കുന്ന എന്തോ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അവർ പോലും അവരുടെ ദേഷ്യം തീർക്കുന്നത് നേഴ്സിൻ്റെ നേരെയായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സുരക്ഷയോ ഇവരെ ആക്രമിച്ചാൽ കടുത്ത ശിക്ഷകളോ ഒന്നും ഇപ്പോഴില്ല എന്നാണ് പറയുന്നത്. അത് പ്രത്യേകിച്ച് ഒരു പോലീസ് ഓഫീസറെ ആക്രമിച്ചാൽ ഇന്ന ശിക്ഷയുണ്ട്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പം നമുക്കാണെങ്കിൽ ഇവിടെ ട്രെയിനിലെ ജോലിക്കാർ, സബ്വേയിലെ ജോലിക്കാരെ ആക്രമിച്ചാൽ ഇന്ന ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ് ആ രീതിയിലൊരു ശിക്ഷ ഇല്ല എന്ന് തോന്നുന്നു. സാധാരണയുള്ള ഒരു ക്രിമിനൽ നിയമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ ആരോഗ്യരംഗത്തുള്ളവരെ ആക്രമിച്ചാലും അവരെയും പരിഗണിക്കാൻ തോന്നുന്നു. അപ്പോൾ അതുപോലെ അവർക്ക് പ്രത്യേക നിയമം, പ്രത്യേക പരിരക്ഷ നൽകണം എന്നാണ് ഈ പെറ്റീഷനിൽ ആവശ്യപ്പെടുന്നത്. എന്ന് മാത്രമല്ല, ആ ലോയ്ക്ക് ലീലാസ് ലോ എന്ന് പേരിടണമെന്നും ആവശ്യപ്പെട്ടു. അപ്പോൾ നല്ലൊരു നിർദ്ദേശം. 5000-ൽ പരം പേര് വന്നു കഴിഞ്ഞാൽ ആ പെറ്റീഷൻ പ്രസിഡന്റ് ട്രംപിൻ്റെയും അതുപോലുള്ള അധികൃതരുടെ എല്ലാം ശ്രദ്ധയിലേക്ക് പരിഗണനയ്ക്ക് വരും. 5000 ആണ് ഒരു മിനിമം വെച്ചിരിക്കുന്നത്, അത് അത്രയും ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ആശാവഹമായൊരു മാറ്റം ഈ ലീലാമ്മ അവർ സഹിച്ച ആ വേദനയ്ക്ക് എന്തെങ്കിലും ഒരു നേട്ടം സമൂഹത്തിനുണ്ടാകാനുള്ള സാധ്യത ആണ് ഇത് കാണുന്നത്. എന്തായാലും അത് അങ്ങനെ സംഭവിക്കട്ടെ. ഒരു ശക്തമായൊരു നിയമം വരട്ടെ. നമ്മൾ ഈ ആളുകൾ ഇപ്പം തന്നെ ഈ ആക്രമണത്തിൻ്റെ പിന്നിൽ ഒരു റേസിസം, ഒരു വംശീയ വെറി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അയാൾക്ക് അവരുടെ 2 ഇരട്ടി വലിപ്പമുള്ള ആളാണ്. അയാളുടെ പകുതിയേ ഉള്ളൂ ഇവർ. അപ്പോൾ എന്നാൽ പോലും ഇവരെ അതിക്രൂരമായിട്ട് ആക്രമിക്കാൻ കാരണം ആ വംശീയ വെറി അത് പറഞ്ഞുകൊണ്ടാണ് അയാൾ ആക്രമിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കി, ഒരാളെ സഹായിക്കാൻ ചെന്നത്, പരിചരിക്കാൻ ചെന്നയാളെ വംശീയമായിട്ട് മാത്രം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ ഖേദകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഡോക്ടർമാർ, ഇതേ അവസ്ഥ ഡോക്ടർമാരും അഭിമുഖീകരിക്കുന്നുണ്ട്. ഡോക്ടർമാർ ചികിത്സിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവരെ ജീവൻ രക്ഷിക്കാനാണ് ചെല്ലുന്നത്. പക്ഷേ ഡോക്ടർ ഇവൻ റേസിസ്റ്റ് ആണെങ്കിൽ, ചെല്ലുന്ന ഒരു ഇന്ത്യൻ ഡോക്ടറോ അല്ലെങ്കിൽ ചൈനീസ് ഡോക്ടറോ ഒക്കെ ആണെങ്കിൽ അവരെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. എന്തായാലും അത് ഖേദകരമാണ്. അതിനൊരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. അതത്ര പെട്ടെന്ന് ഉണ്ടാവുന്ന കാര്യമല്ല. എന്നാൽ പോലും നമ്മുടെ ഡോക്ടർമാരും ആരോഗ്യരംഗത്തുള്ള ധാരാളം പേരും ഉള്ളതുകൊണ്ട് കാലക്രമേണ അർഹമായ അംഗീകാരം നമുക്ക് ഇവിടെ ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതിനിടയിൽ ഈ അക്രമിയെ, സ്കാൻഡിൽബറി എന്ന് പറഞ്ഞ അക്രമിയെ നാളെ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഫ്ലോറിഡയിൽ വെസ്റ്റ് പാം ബീച്ചിൽ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അപ്പോൾ കോടതിയിൽ കഴിയുന്നത്ര പേര് ചെല്ലണം. ലീലാമ്മയോടുള്ള പ്രതിബദ്ധത, അവരോടുള്ള താല്പര്യവും സ്നേഹവും പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണത്. നമ്മൾ ആളുകളുണ്ടെന്ന് ജഡ്ജി അറിയണം എന്ന് പറഞ്ഞ് അവരുടെ മരുമകൻ, ഈ ഡോക്ടർ സിൻഡിയുടെ ഭർത്താവ്, ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരുന്നു. അപ്പോൾ അത് അനുസരിച്ച് പറ്റുന്ന അത്ര ആളുകൾ കോടതിയിൽ ചെല്ലണം. കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കതൊരു നമ്മുടെ സമൂഹം എത്രമാത്രം ഗൗരവത്തോടെയാണ് ഈ പ്രശ്നത്തെ കാണുന്നതെന്ന് ജഡ്ജിക്ക് ബോധ്യം വരുന്നതിന് ഇടയാകും. ഇപ്പം തന്നെ ഇവൻ മനോരോഗിയാണെന്നൊക്കെ പറഞ്ഞ് ആ കേസിനെ ലഘൂകരിക്കാനും മറ്റും പ്രതിഭാഗം ശ്രമിക്കുന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ശക്തമായ ഒരു പിന്തുണ വേണ്ടിയിരിക്കുന്നത്.
ഇതിനിടയിൽ നടന്ന നല്ലൊരു കാര്യം, പിന്നെ ഫോമ ഒരു വിജിൽ ഒരു പ്രാർത്ഥനാ സമ്മേളനം നടത്തിയുണ്ടായി ഇന്ന് കുറച്ച് മുമ്പേ. ധാരാളം പേര് പങ്കെടുത്തതായിട്ട് കണ്ടു. ബിഷപ്പ് ജോയി ആലപ്പാട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ മറ്റ് പാർത്ഥസാരഥി പിള്ള, ജയകുമാർ, പിന്നെ സമദ് പൊന്നേരി എന്നിവരൊക്കെ പങ്കെടുത്തു. പിന്നെ ഫോമയുടെ നേതാക്കൾ പോൾ ജോസ്, അനുപമ കൃഷ്ണൻ, മുൻ നേതാക്കൾ, പിന്നെ ബിജു തോണിക്കടവിൽ, മാത്യു വർഗീസ്, അങ്ങനെ ഒട്ടേറെ പേർ സംസാരിച്ചു. കാര്യപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ നേഴ്സുമാരായിട്ടുള്ള പല ആളുകളും അവർ പറഞ്ഞ് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഞങ്ങളൊക്കെ പലപ്പോഴും നേരിട്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര ക്രൂരമായിട്ട് ഉണ്ടായിട്ടില്ല എന്ന് മാത്രം. അപ്പം നിരന്തരമായി ഈ നേഴ്സിംഗ് ആരോഗ്യരംഗത്തൊക്കെ നടക്കുന്ന ഒരു കാര്യമാണിത്. അപ്പം അത് ഖേദകരമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ശക്തമായ ഒരു നിയമം വേണം. ഇങ്ങനെ ആക്രമിച്ചാൽ അതിനെതിരെ പിന്നെ നടപടികളുണ്ടാകും, ഈ ജയിലിൽ പോവുകയും അറസ്റ്റിലാകുകയും ഒക്കെ ചെയ്യും എന്നുള്ളൊരു ഭീതി ഉണ്ടാക്കാൻ അത്രയും നിയമം ഉണ്ടാകേണ്ട ഒരു ആവശ്യം തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ സംഭവത്തിൽ നിന്ന് അങ്ങനെ ചില നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.